നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് നമുക്ക് എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സയൻറ്റിഫിക്കലായിട്ടുള്ള രീതിയിൽ കുറച്ച് ടിപ്പുകളുണ്ട്. ആ ടിപ്പുകൾ ഉപയോഗിച്ചിട്ട് ആ ടെൻഷൻ എല്ലാം മാറാം. ഇത് പ്രൂവൺ ആയിട്ടുള്ള സയൻസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനുള്ള തെളിവ് ഞാൻ തരാം. ഇത് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്നെ തന്നെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള കാര്യമാണ്. ഈ ഇമോഷണൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ് മൈക്രോ മെഡിറ്റേഷൻ എന്ന് പറയും. അത് കഴിയുമ്പോൾ 60 സെക്കൻഡ് നമ്മൾ കണ്ണടക്കുക. അതായത് 1 മിനിറ്റ് നമ്മൾ കണ്ണടച്ചിട്ട് ഇൻഹെയിലും എക്സെയിലും 4 പ്രാവശ്യം ചെയ്യുക. 4 പ്രാവശ്യം ശ്രദ്ധിക്കുക. 60 സെക്കൻഡ് കണ്ണടച്ചിട്ട് 4 പ്രാവശ്യം ഇൻഹെയിലും എക്സെയിലും ചെയ്യുക. ഇങ്ങനെ 4 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മളെ നെർവ് സിസ്റ്റത്തിനൊക്കെ പെട്ടെന്നൊരു ഇതുണ്ടായിട്ട് നമ്മുടെ ഈ ടെൻഷനായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാകും. പിന്നെ ഐസ് ക്യൂബ് മെത്തേഡ് എന്ന് പറയും. ഐസ് ക്യൂബ് ഹാക്ക് മെത്തേഡ് എന്ന് പറയും. അതാകുമ്പോൾ ഒരു കഷ്ണം ഐസ് കട്ട എടുത്തിട്ട് നമ്മുടെ കയ്യിൽ, നമുക്ക് ഈ ടെൻഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ ഒരു കഷ്ണം ഐസ് കട്ട എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ഇറുക്കി പിടിക്കുക. ഇറുക്കി പിടിച്ചതിന് ശേഷം അത് മെൽറ്റ് ആവുന്നത് വരെ ഇങ്ങനെ ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് വിടുക, ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് വിടുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ടെൻഷൻ, നമ്മുടെ ഈ സെൻസറി ഓർഗൻസിലൊക്കെ ടച്ചായിട്ട് നമ്മുടെ ഈ ടെൻഷനും സ്ട്രെസ് എല്ലാം മാറും. ഇതും പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ചെയ്യാനാണ് 5 4 3 2 1 ടെക്നിക്ക് എന്ന് പറയും. ഇതൊരു വെറൈറ്റി ടെക്നിക്കാണ്. 5 4 3 2 1 ടെക്നിക്ക്. നമ്മൾ ഇപ്പോൾ റൂമിലാണെങ്കിലും ഒരു സിറ്റുവേഷനിലാണെങ്കിലും 5 കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക, കാണുക, നോക്കുക. 5 കാര്യങ്ങളിൽ പെട്ടെന്ന് ഇങ്ങനെ നോക്കുക, എന്നിട്ട് കൈമടക്കുക. അത് കഴിഞ്ഞിട്ട് 4 കാര്യങ്ങളിൽ പോയി ടച്ച് ചെയ്യുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 3 കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. ശബ്ദം, 3 പേരുടെ ശബ്ദമോ 3 എന്തെങ്കിലും സൗണ്ടുകളൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് 2 ഇതിനെ സ്മെല്ല് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും കാര്യങ്ങളെടുത്ത് മണത്ത് നോക്കാൻ ശ്രമിക്കുക. 2 കാര്യങ്ങൾ. പിന്നെ ഒരു ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സാധനം എടുത്തൊന്ന് വായിലിട്ട് ടേസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇതാണ് 5 4 3 2 1 ടെക്നിക്ക് എന്ന് പറയുമ്പോൾ. ഇത് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 90 സെക്കൻഡ് റൂൾ എന്ന് പറയും. 90 സെക്കൻഡ് റൂൾ എന്ന് പറയുമ്പോൾ 90 സെക്കൻഡ് എന്ത് ഇമോഷണൽ സ്ട്രെസ് ആണെങ്കിലും ഇമോഷണൽ ഇംബാലൻസ് ആണെങ്കിലും 90 സെക്കൻഡ് മാത്രമേ ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകത്തുള്ളൂ. ആ 90 സെക്കൻഡ് മാത്രം അതിനെ നമ്മൾ ഫീഡ് ചെയ്തിട്ടാണ് അത് വലിയൊരു പ്രശ്നത്തിലോട്ട് മാറുന്നത്. അപ്പോൾ ആ 90 സെക്കൻഡ് നമ്മൾ കണ്ണടച്ച് വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 അടിച്ചതിന് ശേഷം നമുക്ക് എന്താണ് ആ കറണ്ട് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ആ സിറ്റുവേഷനിൽ നിന്ന് മാറാൻ ശ്രമിക്കുക. അവിടെ നിൽക്കുന്ന സിറ്റുവേഷനിൽ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് മാറി നിൽക്കുക. അവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സ്ട്രെസ്സിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാവും. അത് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെയാണ് 90 സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയണത്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് 4 ടെക്നിക്കിലേ പറഞ്ഞത്. അത് കഴിഞ്ഞ് മൈക്രോ മെഡിറ്റേഷൻ പറഞ്ഞു തന്നു, ഐസ് ക്യൂബ് മെത്തേഡ് പറഞ്ഞു തന്നു, പിന്നെ 30 സെക്കൻഡ് ഇത് പറഞ്ഞു. പിന്നെ പാറ്റേൺ ഇൻട്രപ്റ്റ് എന്ന് പറയും. പാറ്റേൺ ഇൻട്രപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു 3 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് നടക്കുക. 3 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് നടന്നതിന് ശേഷം കൈയടിക്കുക. ഉറക്കെ തന്നെ കൈയടിക്കുക. നല്ല ശബ്ദം കേൾക്കുന്ന രീതിയിൽ കൈയടിക്കുക. ഇത് നമ്മളെ ബ്രെയിനിനെ ഇമ്മ്യൂണിറ്റി എന്തൊക്കെയോ ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ ആ സ്ട്രെസ്സിൽ നിന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറാൻ നിന്ന് സഹായിക്കും. ഇതും പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. പാറ്റേൺ ഇൻട്രപ്റ്റ് എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. ഓക്കെ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ സംശയങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാവുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇനിയും ഞാൻ ഇങ്ങനത്തെ നല്ല നല്ല കണ്ടൻറ്റ് ഇടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.